Good morning, all of you. +1 ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററാണ് നാം ഡിസ്കസ് ചെയ്ത് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഒന്നാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എന്താണ് എന്നും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തെല്ലാം ആണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എന്ന ടോപ്പിക്കാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ്? ഒരു ഏകാംഗ ബിസിനസ്സിൽ, ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ ഒരു വ്യക്തി മാത്രം നടത്തുന്ന ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്, അഡ്വാൻറ്റേജുകൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്നതാണ്. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് മീൻസ് വളരെ പെട്ടെന്ന് ആ സോൾ പ്രൊപ്രൈറ്റർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എന്നതാണ്. ബിക്കോസ് എ സോൾ ട്രേഡർ എൻജോയ്സ് considerable degree of freedom in making business decisions. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതിൽ മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തി മാത്രമായതുകൊണ്ട് തന്നെ മറ്റൊരു ആളുമായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ്. ഒന്നിലധികം ആളുകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഒരു പക്ഷേ സാധ്യമായിക്കൊള്ളണമെന്നില്ല. ആ ബിസിനസ്സിലുള്ള മറ്റു ഓണേഴ്സ് എത്ര ആളുകളുണ്ടോ ആ ആളുകളെല്ലാം തന്നെയും കൂടിയിരുന്ന് ആലോചിച്ച് അതിൽ തന്നെ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ ആളുകൾക്കും വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. ആ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം, ഒരുപക്ഷെ ഒരുപാട് ദിവസങ്ങളൊക്കെ അതിന് വേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒരാൾ മാത്രമായതുകൊണ്ട് തന്നെ he enjoys a considerable degree of freedom. ആ ഒരു വ്യക്തി മാത്രമേ ആ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കുന്നതിൽ മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അയാൾക്ക് എന്താണോ നല്ലത് എന്ന് തോന്നുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം മറ്റൊരാളോടും ഡിസ്കസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ ആ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ മറ്റുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനും ലഭിക്കാത്ത ഒരു അഡ്വാൻറ്റേജാണ് ഒരു വ്യക്തി മാത്രമേ ബിസിനസ്സിലുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അയാൾക്ക് ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും എന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജാണ് സീക്രസി ഓഫ് ഇൻഫർമേഷൻ. ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന മുഴുവൻ കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആയിക്കൊണ്ട്, രഹസ്യമായിക്കൊണ്ട് സൂക്ഷിക്കാൻ സാധിക്കും. കാരണം ആ ഒരു വ്യക്തി മാത്രമേ ആ ബിസിനസ്സിലുള്ളൂ. ആ ബിസിനസ് ഓർഗനൈസേഷൻ ഓൺ ചെയ്യുന്നതും
മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം തന്നെയും ഒരൊറ്റ വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഇൻഫർമേഷൻസ് മറ്റുള്ള ആളുകളുമായി കൊണ്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ചൊരു കമ്പനിയോ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സോ ആണ് എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലുള്ള മറ്റു പാർട്ട്നേഴ്സുമായിട്ട്, ആ ബിസിനസ്സിലുള്ള മറ്റു ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെയും ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ സീക്രട്ട് ആയിക്കൊണ്ട് മറ്റാരോടും പറയാതെ രഹസ്യമായി കൊണ്ടുവെക്കാനുള്ള ഒരു ഓപ്ഷൻ ആ ബിസിനസ് ഓർഗനൈസേഷനൊന്നും തന്നെയും ഇല്ല. എന്നാൽ ഇവിടെ ഈ ഒരു ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും വളരെ രഹസ്യമായി കൊണ്ട് സൂക്ഷിക്കാൻ അയാളെ കൊണ്ട് സാധിക്കും എന്നതാണ്. സോൾ പ്രൊപ്രൈറ്റർ എനേബിൾസ് ടു കീപ് ഓൾ ദി ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ബിസിനസ് ഓപ്പറേഷൻസ് കോൺഫിഡൻഷ്യൽ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന, ബിസിനസ് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന മുഴുവൻ ഇൻഫർമേഷനും കോൺഫിഡൻഷ്യൽ ആയിക്കൊണ്ട്, രഹസ്യമായിക്കൊണ്ട് സൂക്ഷിക്കാൻ അയാളെ കൊണ്ട് സാധിക്കും. അങ്ങനെ ആ ബിസിനസ്സിൻ്റെ ഒരു കംപ്ലീറ്റ് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദ തേർഡ് വൺ ഈസ് ഡയറക്റ്റ് ഇൻസെൻറ്റീവ്. നോ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് provides maximum incentive to the sole trader to work hard. ഇൻസെൻറ്റീവ് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം, പ്രോത്സാഹനം ലഭിക്കുന്നു. കാരണം ദർ ഈസ് നോ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ആ ബിസിനസ് ഓർഗനൈസേഷൻ ലഭിക്കുന്ന പ്രോഫിറ്റ് മറ്റൊരാളുമായിട്ടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണോ ബിസിനസ്സിന് ലഭിക്കുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ട് മറ്റൊരാൾക്കും നൽകാതെ പൂർണ്ണമായിക്കൊണ്ടും ആ സോൾ ട്രേഡർക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ആ സോൾ പ്രൊപ്രൈറ്റർക്ക് ഒരു ഇൻസെൻറ്റീവ്, ഒരു മോട്ടിവേഷൻ ലഭിക്കും. നേരെ മറിച്ചൊരു പാർട്ണർഷിപ്പ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നിലധികം ആളുകൾ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓണേഴ്സ് ആയിരിക്കും. ഒരു കമ്പനി ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിന് ലഭിക്കുന്ന പ്രോഫിറ്റ് ഈ ഓണേഴ്സ് എല്ലാം തന്നെയും ഷെയർ ചെയ്യുമ്പോൾ ഒരു വ്യക്തി മാത്രം ബിസിനസ്സിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരുപക്ഷെ അയാൾക്ക് താല്പര്യമുണ്ടായിക്കൊള്ളാമെന്നില്ല. കാരണം അവസാനം ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കും അല്ലാത്ത ആൾക്കും പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരുപക്ഷെ ഒരാൾക്ക് തോന്നും, ഞാൻ മാത്രം അങ്ങനെ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ്, എനിക്കതുകൊണ്ട് എന്താണ് കൂടുതൽ ബെനിഫിറ്റ്, മറ്റുള്ള ആളുകളും മറ്റുള്ള ഓണേഴ്സും ഉണ്ടല്ലോ, അവരും ഹാർഡ് വർക്ക് ചെയ്യട്ടെ, ഞാൻ മാത്രം എന്തിന് ഹാർഡ് വർക്ക് ചെയ്യണമെന്നൊക്കെയുള്ള ചിന്തകൾ ഒരുപക്ഷെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ അത്തരത്തിലുള്ള ചിന്തകൾക്കൊന്നും സ്ഥാനമില്ല. ആ ഒരു വ്യക്തി മാത്രമാണ് ബിസിനസ്സിൻ്റെ ഓണർ. ആ ബിസിനസ്സിന് ലഭിക്കുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ട് അത് എനിക്ക് തന്നെ എടുക്കാം എന്നുള്ള ആ ഒരു കാര്യം ആ വ്യക്തിക്കുണ്ടാവുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ആ ബിസിനസ്സിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും അങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുമുള്ള ഒരു മാനസികമായിക്കൊണ്ടുള്ള ഒരു പ്രേരണ, ഒരു മോട്ടിവേഷൻ ആ സോൾ ട്രേഡർക്ക് ഉണ്ടാവും എന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് direct incentive. Then the fourth one is there is a sense of accomplishment. There is a personal satisfaction involved in working for oneself. നമുക്കൊരു എന്തെങ്കിലും കാര്യങ്ങൾ നാം നേടിയെടുത്തു, ഞാൻ സ്വന്തമായിക്കൊണ്ട് നേടിയെടുത്തു എന്നുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കും. ആ ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മാത്രം വിജയമാണ്. ആ ബിസിനസ്സിൻ്റെ വിജയത്തിൽ മറ്റൊരാൾക്കും പങ്കില്ല. കാരണം ആ ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും കംപ്ലീറ്റ് മാനേജ്മെൻറ്റും ആ ഒരൊറ്റ വ്യക്തി മാത്രമാണ്. സ്വാഭാവികമായിക്കൊണ്ടും ആ ബിസിനസ്സിൻ്റെ വിജയത്തിൽ വല്ലാത്ത ഒരു സന്തോഷവും വല്ലാത്തൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും
ആ വ്യക്തിക്കുണ്ടാവും. നേരെ മറിച്ച് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സോ ഒരു ജോയിൻസോ കമ്പനിയോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വ്യക്തിയുടെ മാത്രം വിജയമല്ല, ആ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന വിജയമല്ല, കൂട്ടായ പരിശ്രമങ്ങൾ കൊണ്ട് ലഭിക്കുന്ന വിജയമാകും. അതുകൊണ്ട് തന്നെ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം എൻ്റെ ബിസിനസ്സിന് ലാഭം ഉണ്ടായി എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് കമ്പനിയിലോ പാർട്ണർഷിപ്പ് ബിസിനസ്സിലോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് ഇവിടെ നാം മാത്രമാണ് ബിസിനസ്സിൻ്റെ ഓണർ, നാം മാത്രമാണ് ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ്, നാം മാത്രമാണ് ബിസിനസ്സിൻ്റെ കൺട്രോള്. അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിൻ്റെ ലഭിക്കുന്ന വിജയം അത് നമ്മുടെ വിജയമായിക്കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാൻ സാധിക്കും. There is a sense of accomplishment to the sole proprietor. That is the fourth advantage of sole proprietorship business. Then the fifth one is ease of formation and closure. മറ്റുള്ള ഏതൊരു ബിസിനസ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് നമുക്ക് ആരംഭിക്കുവാനും അതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്യാനും വളരെ ഈസിയാണ്. It is easy to start and close the business as per the wish of the owner because there is less legal formalities. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് നമുക്ക് ആരംഭിക്കാൻ വളരെ ഈസിയാണ്. മറ്റുള്ള ബിസിനസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിനൊന്നുമുള്ള അത്ര ലീഗൽ ഫോർമാലിറ്റീസ് നമുക്ക് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് നമുക്ക് ആരംഭിക്കാൻ നമുക്ക് വരുന്നില്ല. നമ്മുടെ ബിസിനസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിനുള്ള ഒരു ലൈസൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അത്തരത്തിലുള്ള വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ലീഗൽ ഫോർമാലിറ്റീസ് മാത്രമേ നമുക്കൊരു ബിസിനസ് ആരംഭിക്കുവാനുള്ളൂ. അതുപോലെ തന്നെ ആ ബിസിനസ് നമുക്ക് ക്ലോസ് ചെയ്യാനും അധികം ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായിക്കൊണ്ടുള്ള തടസ്സങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനോ ആരംഭിച്ച ബിസിനസ് നമുക്ക് അവസാനിപ്പിക്കുന്നതിനോ ഇല്ല എന്നതാണ്. ഏത് സമയത്ത് നമുക്ക് ആരംഭിക്കാം, ഏത് സമയത്ത് നമുക്ക് ആ ബിസിനസ് അവസാനിപ്പിച്ചു പോകാം. കാരണം മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഒരു ബാധ്യതകളും ബിസിനസ്സിന് ഇല്ല എന്നതാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും പൂർണ്ണമായിക്കൊണ്ടുള്ള ഉത്തരവാദിത്വം ആ സോൾ ട്രേഡർക്കായിരിക്കും. സോ ദീസ് ആർ ദി മേജർ അഡ്വാൻറ്റേജസ് ഓഫ് sole proprietorship business. The next we have to study is what are the demerits of sole proprietorship business. ഒരു ഏകാംഗ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു വ്യക്തി മാത്രമാണ് ഒരു ബിസിനസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ്? What are the demerits or what are the disadvantages of sole proprietorship business? The first demerit of this type of business is limited resources. The resources are limited. ആ ബിസിനസ്സിൻ്റെ resources limited ആയിരിക്കും. Resources of a sole proprietor are limited to his personal savings and borrowings from others. ഇവിടെ ഒരു വ്യക്തി മാത്രമേ ബിസിനസ് ചെയ്യുന്നുള്ളൂ. ആ വ്യക്തി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന അയാളുടെ ആ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മാത്രമേ ബിസിനസ്സിൽ ആ ക്യാപിറ്റൽ ആയിക്കൊണ്ട് ബിസിനസ്സിന് ലഭിക്കുന്നുള്ളൂ. ഒന്നിലധികം ഓണേഴ്സ് ബിസിനസ്സിലുണ്ടെങ്കിൽ ആ ആളുകളെല്ലാം തന്നെയും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിക്കൊണ്ടും ആ ബിസിനസ്സിൻ്റെ റിസോഴ്സസ്, ആ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹ്യൂജ് എമൗണ്ട് ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാനൊരു ബിസിനസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ്റെ കയ്യിലുള്ള ആ ഒരു റിസോഴ്സസ് അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ആ ഒരു എമൗണ്ട് മാത്രമേ ബിസിനസ്സിൽ നമുക്ക് ക്യാപിറ്റലായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നീടുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബോറോവിങ്സ് ഫ്രം അതേഴ്സ് എന്നുള്ള, മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങിയിട്ട് ബിസിനസ്സിലേക്ക് നാം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു വ്യക്തി മാത്രം നടത്തുന്ന ബിസിനസ് ആകുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഈ വ്യക്തിക്ക് കടം നൽകാൻ പ്രയാസമായിരിക്കും, മടിയായിരിക്കും. കാരണം ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ധൈര്യം ഉണ്ടാവും ആ ഒരു എമൗണ്ട് കൊടുക്കാൻ.
ഇയാളെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ആളോട് ചോദിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ടാവും. നേരെ മറിച്ച് ഒരു വ്യക്തി മാത്രമാവുമ്പോൾ, അതും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാവുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സിലേക്ക് കടം നൽകാൻ പൊതുവെ മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ബോറോവിങ്സിനുള്ള സാധ്യതകൾ വളരെ ലിമിറ്റഡ് ആണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്നത്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡിമെറിറ്റ് ആണ് ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ്. കാരണം ഈ ഒരു ബിസിനസ് നിലനിൽക്കുന്നത് തന്നെയും ആ സോൾ ട്രേഡറെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ സോൾ ട്രേഡർ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ ബിസിനസ് അവിടെ അവസാനിക്കുകയാണ്. ആ ബിസിനസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നാം എത്തും എന്നുള്ളതാണ്. ഡെത്ത്, ഇൻസോൾവൻസി ഓർ ഇൽനെസ് ഓഫ് എ പ്രൊപ്രൈറ്റർ അഫക്ട്സ് ദ ബിസിനസ് ആൻഡ് ക്യാൻ ലീഡ് ടു ഇറ്റ്സ് ക്ലോഷർ. പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ്. ആരാണോ ബിസിനസ് നടത്തുന്ന വ്യക്തി, ഇപ്പോൾ ഞാനാണ് ഒരു സോൾ പ്രൊപ്രൈറ്റർ എന്നുണ്ടെങ്കിൽ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏത് സമയത്തും ഞാൻ മരണപ്പെടാം, എവിടെ വെച്ചും മരണപ്പെടാം, ഏത് സമയത്തും മരണപ്പെടാം. ഒരു ഗ്യാരണ്ടിയും പറയാൻ സാധിക്കാത്ത മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപക്ഷെ നാം ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി നൽകാറുണ്ട്. 6 മാസത്തെ ഗ്യാരണ്ടി, 1 വർഷത്തെ ഗ്യാരണ്ടി, 2 വർഷത്തെ ഗ്യാരണ്ടി ഇതൊക്കെ നൽകാറുണ്ട്. പക്ഷേ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു സാധനമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഏത് സമയത്തും നാം മരണപ്പെടാം. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ബിസിനസ് അവിടെ അവസാനിക്കും. ഇൻസോൾവൻസി ഓഫ് ദി സോൾ പ്രൊപ്രൈറ്റർ, ആ വ്യക്തി ബാങ്ക്രപ്റ്റ് ആയി കഴിഞ്ഞാൽ, പാപ്പരായി കഴിഞ്ഞാൽ, കോടതി പ്രഖ്യാപിക്കുകയാണ് ഇയാൾ കയ്യിൽ യാതൊരു തരത്തിലുള്ള ക്യാഷും ഇല്ല, പാപ്പരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഓർ ഇൽനെസ് ഓഫ് എ പ്രൊപ്രൈറ്റർ, ആ ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള രോഗം അത് ആ സോൾ പ്രൊപ്രൈറ്റർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി ആ ബിസിനസ് അവിടെ അവസാനിക്കും. ദാറ്റ് അഫക്ട്സ് ദ ബിസിനസ്, ആ ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് ക്യാൻ ലീഡ് ടു ഇറ്റ്സ് ക്ലോഷർ, അതോടുകൂടി ആ ബിസിനസ് അവിടെ അവസാനിക്കും. നേരെ മറിച്ച് ഒരു കമ്പനി ഫോം ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. എത്ര ഷെയർ ഹോൾഡേഴ്സ് മാറി മാറി വന്നു കഴിഞ്ഞാലും, എത്ര ഷെയർ ഹോൾഡേഴ്സ് മരണപ്പെട്ട് കഴിഞ്ഞാലും, എത്ര ഷെയർ ഹോൾഡേഴ്സ് ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാലും, ലുനാറ്റിക് ആയി കഴിഞ്ഞാലും, എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഒരു കമ്പനി ഫോം ഓഫ് ബിസിനസ് അത് അവസാനിക്കുകയില്ല. കാരണം അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്നതാണ്. കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദമായി കൊണ്ട് പഠിക്കാം. അപ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിന് ലൈഫ് വളരെ ലിമിറ്റഡ് ആയിരിക്കും എന്നതാണ്. ദെൻ തേർഡ് വൺ ഈസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. മൂന്നാമത്തെ ഡിമെറിറ്റ് ആണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നത്. ദി ലയബിലിറ്റി ഓഫ് ദി സോൾ പ്രൊപ്രൈറ്റർ ഈസ് അൺലിമിറ്റഡ്, ഒരു ലിമിറ്റും ഇല്ല. എത്രയാണ് ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ ലയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് അയാളുടെ ലയബിലിറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഒരു കമ്പനി ഫോം ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഷെയർ ഹോൾഡറുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എത്രയാണോ ആ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വരേക്ക് മാത്രമേ നമുക്ക് ഒരു കമ്പനിയിൽ ഒരു ലയബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ, ഞാനൊരു 1 lakh rupees ഒരു കമ്പനിയിലേക്ക് ഷെയറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം എമൗണ്ട് ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത് 1 lakh rupees ആണ്. അതിലപ്പുറം ഒരു രൂപ പോലും ആ ബിസിനസ്സിന് ഏത് രീതിയിലുള്ള ബാധ്യതകളുണ്ടെങ്കിലും എന്നെ അഫക്റ്റ് ചെയ്യുന്ന വിഷയമല്ല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി ഫോം ഓഫ് ബിസിനസ് പഠിക്കുന്ന സമയത്ത് പഠിക്കാം. അവിടെ ഒരു ലിമിറ്റ് നമുക്ക് കാണുവാൻ സാധിക്കും.
എന്നാൽ ഒരു സോൾ പ്രൊപ്പറേറ്ററി ബിസിനസ്, സോൾ ട്രേഡിംഗ് ബിസിനസ്സിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സോൾ പ്രൊപ്പറൈറ്ററുടെ ലയബിലിറ്റി ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. ദാറ്റ് മീൻസ് if the business fails, the creditors can recover their dues not merely from the business assets but also from the personal assets of the proprietor. ആ ബിസിനസ് ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ the creditors can recover their dues. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ നിന്ന് എമൗണ്ട് ലഭിക്കുവാനുള്ള ആളുകളെ, അവർക്ക് ലഭിക്കുവാനുള്ള എമൗണ്ട്, അതാണ് ഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതവർക്ക് റിക്കവർ ചെയ്യാം. എവിടുന്ന്? നോട്ട് മിയർലി ഫ്രം ദി ബിസിനസ് അസറ്റ്, ബിസിനസ്സിൻ്റെ അസറ്റുകളിൽ നിന്ന് മാത്രമല്ല, അഥവാ ബിസിനസ്സിൻ്റെ അസറ്റുകൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന എമൗണ്ട് ഇൻസഫിഷ്യൻ്റ് ആണ് ഇവരുടെ കടങ്ങൾ വീട്ടാൻ എന്നുണ്ടെങ്കിൽ, ഒരു 10 ലക്ഷം രൂപ ആ ബിസിനസ് ഓർഗനൈസേഷൻ പല ആളുകൾക്കും നൽകാനുണ്ട്. പക്ഷേ ബിസിനസ്സിൻ്റെ അസറ്റുകളെല്ലാത്തിനെയും സെയിൽ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ലഭിക്കാവുന്ന മാക്സിമം എമൗണ്ട് ഒരു 7 lakh ആണെന്നുണ്ടെങ്കിൽ, ആ സോൾ ട്രേഡർ പറയാണ് ബിസിനസ്സിലെ അസറ്റുകളൊക്കെ വിറ്റിട്ട് ആകെ 7 lakh കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3 ലക്ഷം തരാൻ എൻ്റെ കയ്യിൽ യാതൊരു നിവൃത്തിയില്ല, അതുകൊണ്ട് തരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ആ ബാക്കി കൊടുക്കുവാനുള്ള എമൗണ്ട് ആ സോൾ പ്രൊപ്രൈറ്ററുടെ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ് എന്നതാണ്. ദാറ്റ് ഈസ് ദി ക്രെഡിറ്റേഴ്സ് ക്യാൻ റിക്കവർ ദെയർ ഡ്യൂസ് നോട്ട് മിയർലി ഫ്രം ദി ബിസിനസ് അസറ്റ് but also from the personal assets of the proprietor. ആ പ്രൊപ്രൈറ്ററുടെ പേഴ്സണൽ അസറ്റുകളിൽ നിന്ന് ആ എമൗണ്ട് നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എത്രയാണ് ഒരാൾക്ക് വരുന്ന ലയബിലിറ്റി എന്ന് നമുക്ക് കൃത്യമായി കൊണ്ട് പറയുവാൻ സാധിക്കുകയില്ല എന്നതാണ്. ദാറ്റ് ഈസ് ദി തേർഡ് demerit of sole proprietorship business. Then the fourth one, or the last demerit or disadvantage of a sole proprietorship business is limited managerial ability. നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മേഖലകളിൽ നമുക്ക് കഴിവുണ്ടായിരിക്കണം. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് മാനേജ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കണം എന്നതാണ്. അതിന് സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. എന്നാൽ ഒന്നിലധികം ആളുകൾ ബിസിനസ്സിൽ ഓണേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളായിരിക്കും. ആ ആളുകളുടെ കഴിവുകളും പ്രാവീണ്യവും മനസ്സിലാക്കിക്കൊണ്ട് ആ ആളുകൾക്ക് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. ഒന്നിലധികം ആളുകൾ ഉള്ള ബിസിനസ്സാണ് എന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ ആകുമ്പോൾ ആ ബിസിനസ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും ആ ഒരു ഒറ്റ വ്യക്തി മാത്രം നോക്കി നടത്തണം. ദി ഓണർ ഹാസ് ടു പൊസസ് വേരിയസ് മാനേജീരിയൽ സ്കിൽസ്. ആ ഓണർക്ക് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന എല്ലാ മേഖലകളിലും കൃത്യമായിട്ടുള്ള മാനേജീരിയൽ സ്കില്ല് ഉണ്ടായിരിക്കണം. ബട്ട് ഇറ്റ് ഈസ് റയർ ടു ഫൈൻഡ് ആൻ ഇൻഡിവിജ്വൽ ഹൂ പൊസസ് ഓൾ ദീസ് ടാലൻസ്. എന്നാൽ എല്ലാ കഴിവുകളും അടങ്ങിയ അല്ലെങ്കിൽ എല്ലാ കഴിവുകളും ഉള്ള ഒരു വ്യക്തി, സമസ്ത മേഖലകളിലും കഴിവുള്ള വ്യക്തികളെ കണ്ടെത്താൻ നമുക്ക് പ്രയാസമായിരിക്കും. ചില ഏരിയയിൽ നാം ഉഷാറായിരിക്കും, പക്ഷേ ചില ഏരിയ നാം വീക്കായിരിക്കും. അവിടെയാണ് നമുക്ക് ഒന്നിലധികം ആളുകൾ ആ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ ഏരിയ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ചില ആളുകൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യാൻ അവർ ഉഷാറായിരിക്കും.
ചില ആളുകൾ സെയിൽസിൽ ഉഷാറായിരിക്കും, ചില ആളുകൾ മാർക്കറ്റിങ്ങിലായിരിക്കും അവരുടെ കഴിവുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഹ്യൂമൻ റിസോഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകൾ, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളെല്ലാം തന്നെയും കഴിവും പ്രാവീണ്യം ഉള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾ പ്രയാസമായിരിക്കും. ചില ഏരിയകളിൽ അയാൾ ഉഷാറായിരിക്കും, പക്ഷേ ചില ഏരിയകളിൽ അവർ വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിനെ പൂർണ്ണമായിക്കൊണ്ടും മാനേജ് ചെയ്യാനുള്ള കഴിവ് ഒരുപക്ഷെ അവർക്ക് ലിമിറ്റഡ് ആയിരിക്കും, കുറവായിരിക്കും എന്നതാണ് ഒരു വ്യക്തി മാത്രം നടത്തുന്ന ബിസിനസ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീമെറിറ്റുകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുള്ളത് ഒരു സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസുമാണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് രണ്ടാമത്തെ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ഇന്ത്യയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റ്സും ഒക്കെയാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്നാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്, അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നാം പഠിച്ചു കഴിഞ്ഞു. കൃത്യമായി കൊണ്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, സംശയങ്ങളുടെയൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നാം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ആൾ.